കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായി അജിത് അഗാർക്കറെ നിലനിർത്താൻ BCCI തീരുമാനിച്ചത്. ഒരു വർഷത്തേക്ക് കൂടി അഗാർക്കറിന്റെ കാലാവധി നീട്ടി. ഇതോടെ 2027 ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെയും തിരഞ്ഞെടുക്കുക അഗാർക്കറിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാകും. 2023 ഒക്ടോബറിലാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത്. ഇക്കാലയളവിൽ ടീം ഇന്ത്യ 4 ICC ടൂർണമെന്റിന്റെ ഫൈനൽ കളിച്ചു, 2 T20 ലോകകപ്പ് നേടി. ഇതാണ് 4ാം വർഷത്തേക്ക് പതിവില്ലാതെ കരാർ നീട്ടാനുണ്ടായ കാരണവും. വിപ്ലവകരമായ കുറച്ച് തീരുമാനങ്ങളും ഇക്കാലയളവിൽ അഗാർക്കറിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ടെസ്റ്റ് ഫോർമാറ്റിൽ നിന്നുള്ള വിരമിക്കലിന് കാരണമായ കടുത്ത തീരുമാനമാണ്. ടെസ്റ്റ് ഏകദിന ടീമുകളുടെ നായകനായ ശുഭ്മാൻ ഗില്ലിനെ T20 ലോകകപ്പിൽ ടീമിൽ നിന്ന് ഒഴിവാക്കിയതും ധീരമായ തീരുമാനമായിരുന്നു. കരാർ നീട്ടി നൽകിയതോടെ ഇനി മറ്റൊരു വമ്പൻ തീരുമാനം അഗാർക്കർ എടുത്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അത് ശ്രേയസ് അയ്യരെ കുറിച്ചാണ്. നിലവിൽ T20 ടീമിന്റെ ഭാഗം പോലുമല്ലാത്ത ശ്രേയസ് അയ്യർ നായകന്റെ റോളിൽ ഒരു ഗംഭീര തിരിച്ചുവരവ് നീലക്കുപ്പായത്തിൽ നടത്തും. രോഹിത് ശർമ്മയെ ഏകദിന ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതിന്റെ കാരണമായി ഒരിക്കൽ അജിത് അഗാർക്കർ പറഞ്ഞത് 3 ഫോർമാറ്റിലും വ്യത്യസ്ത ക്യാപ്റ്റന്മാരാകുമ്പോൾ ആശയവിനിമയം ബുദ്ധിമുട്ടാകുമെന്നാണ്. എന്നാൽ മുൻധാരണകളെല്ലാം നിർബന്ധമായും പൊളിക്കും വിധമാണ് ശ്രേയസ് അയ്യർ നായകനായി തിളങ്ങുന്നത്. അങ്ങനെയാണ് ദേശീയ ടീമിന്റെ T20 പ്ലാനിൽ ഇല്ലാത്തൊരാൾ പൊടുന്നനെ നായക സ്ഥാനത്തേക്ക് വരുന്നതും. അത്രമാത്രം മികവ് നായകനായി ശ്രേയസ് അയ്യറിന് അവകാശപ്പെടാനുണ്ട്. ഡൽഹി ക്യാപിറ്റൽസ് ചരിത്രത്തിലാദ്യമായി IPL ഫൈനലിലെത്തുമ്പോൾ നായകസ്ഥാനത്ത് ശ്രേയസ് ഉണ്ടായിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം കിരീടം നേടിക്കൊടുത്തത് ശ്രേയസിന്റെ ക്യാപ്റ്റൻസിയാണ്. പഞ്ചാബ് കിങ്സ് കഴിഞ്ഞ സീസണിൽ റണ്ണറപ്പുകളായതും ശ്രേയസ് ക്യാപ്റ്റനായപ്പോഴാണ്. എങ്ങനെയാണ് ഈ സ്റ്റാറ്റുകളോട് കണ്ണടയ്ക്കാൻ കഴിയുക? അങ്ങനെയെങ്കിൽ ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റൻ എന്ന ആഗ്രഹം ഗിൽ മാറ്റിവെക്കേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ 35 പിന്നിട്ട സൂര്യകുമാർ യാദവിന് പ്രായം മാത്രമല്ല പ്രശ്നം, ഫോമും മുഖം തിരിച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് തിരിച്ചുവരവിൻ്റെ ഒരു സൂചന തന്നെങ്കിലും എല്ലാം അസ്തമിച്ചു. IPLലും സ്ഥിതി വ്യത്യസ്തമല്ല. മാത്രമല്ല, അടുത്ത ഒളിമ്പിക്സാണ് തൻ്റെ ലക്ഷ്യമെന്നാണ് സൂര്യകുമാർ യാദവ് ലോകകപ്പ് നേടിയ ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. 2028 ഒളിമ്പിക്സ് നടക്കാനുള്ളത്. ആ വർഷം തന്നെയാണ് T20 ലോകകപ്പും. അപ്പോഴേക്ക് പ്രായം 38 കടക്കുന്ന സൂര്യയിൽ വീണ്ടും വിശ്വാസമർപ്പിക്കാൻ സാധ്യതയില്ല. ഇവിടെയാണ് ശ്രേയസിന്റെ പ്രസക്തി. ക്യാപ്റ്റനായി മാത്രമല്ല, സൂര്യയുടെ അതേ 4ാം നമ്പറിൽ തന്നെ ബാറ്റ് ചെയ്യും ശ്രേയസ്. പരിക്കിനെ തുടർന്നല്ലാതെ ഒരിക്കൽ പോലും ഫോം ഔട്ടിന്റെ പേരിൽ ശ്രേയസ് പുറത്തിരിക്കേണ്ടി വന്നിട്ടില്ല. പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന IPLലും മികച്ച സ്ട്രൈക്ക് റേറ്റുമായി തന്റെ ഫോം തുടരുകയാണ് ശ്രേയസ്. മാത്രമല്ല, ഗൗതം ഗംഭീർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെന്ററായിരിക്കുമ്പോഴാണ് ശ്രേയസ് കിരീടം സമ്മാനിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലകനായ ഗംഭീറിന് ശ്രേയസിന് നീലക്കുപ്പായത്തിലെ ക്യാപ്റ്റൻസി നൽകുന്നതിലും എതിർപ്പില്ല. IPLന് ശേഷം നടക്കുന്ന അയർലൻഡ് ഇംഗ്ലണ്ട് പര്യടനത്തിന് ശേഷമോ അല്ലെങ്കിൽ ആ പരമ്പരയിൽ തന്നെയോ നിർണായക മാറ്റങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. അതേസമയം മറ്റൊരു വലിയ പദ്ധതിയും BCCI നടപ്പാക്കുന്നുണ്ട്. 2020 ഒരു 2 ടീം സ്ട്രക്ചർ BCCI ഒരുക്കുകയാണ്. IPLലെ പ്രകടനം അടിസ്ഥാനമാക്കി 30 മുതൽ 35 വരെ താരങ്ങളടങ്ങിയ 2020 പൂൾ ഉണ്ടാക്കി ഇതിൽ നിന്ന് 2 ടീമുകളെ സജ്ജമാക്കും. അന്താരാഷ്ട്ര കലണ്ടറിലെ തിരക്കാണ് ഇതിന് പ്രധാന കാരണം. ഏഷ്യൻ ഗെയിംസും ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയും ഒരേ സമയത്താണ് വരുന്നത്. ഇതിൽ രണ്ടിലും ടീമിനെ അയക്കാനാണ് 2 ടീം സ്ട്രക്ചർ പരീക്ഷണം. വിജയിച്ചാൽ ലോങ് ടൈമിൽ ഇത് പരിഗണിക്കും. കൂടുതൽ താരങ്ങൾക്ക് അവസരവും ലഭിക്കും. അഫ്ഗാനിസ്ഥാനെതിരെയാണ് IPL കഴിഞ്ഞ ഉടൻ തന്നെ ഇന്ത്യക്ക് കളിക്കാനുള്ളത്. അതിൽ ഒരു ടെസ്റ്റും 3 ഏകദിനവുമാണുള്ളത്. അതിനുശേഷം അയർലൻഡിനെതിരെ 2 T20 പരമ്പര, ശേഷം ഇംഗ്ലണ്ടിനെതിരെ 5 T20 മത്സരങ്ങൾ. ഈ പരമ്പരകളിലാവും ഇന്ത്യ പരീക്ഷണങ്ങൾ നടത്തുക. ശ്രേയസ് അയ്യർ 2023 ഡിസംബറിലാണ് ഇന്ത്യക്കായി അവസാനമായി T20 കളിച്ചത്. ഇക്കാലയളവിൽ 2024, 26 T20 ലോകകപ്പുകൾ അദ്ദേഹത്തിന് നഷ്ടമായി. എന്നാൽ വരാനിരിക്കുന്ന 2028 ലോകകപ്പിൽ ശ്രേയസിന് കീഴിലാകും ഇന്ത്യ കളിക്കുക. അതുകൊണ്ട് അയർലൻഡ് അല്ലെങ്കിൽ ഇംഗ്ലണ്ട് പരമ്പരയിൽ തന്നെ BCCI പരീക്ഷണങ്ങൾക്ക് തുടക്കമിട്ടേക്കും. ക്യാപ്റ്റൻ മാത്രമല്ല, IPLലെ പ്രകടനത്തോടെ ഒരു പിടി യുവതാരങ്ങളും ഇന്ത്യൻ ടീമിന്റെ വാതിൽ മുട്ടുന്നുണ്ട്, മെറിറ്റിൽ തന്നെ. രാജസ്ഥാന്റെ വെടിക്കെട്ട് താരം ഇന്ത്യയുടെ വണ്ടർ കിഡ് വൈഭവ് സൂര്യവംശി ഈ പരമ്പരയിൽ അരങ്ങേറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിക്കുന്ന പ്രായം കുറഞ്ഞ താരമെന്ന സച്ചിൻ തെണ്ടുൽക്കറുടെ റെക്കോർഡ് വൈഭവ് സ്വന്തം പേരിലാക്കും. അതേസമയം വൈഭവിനെ ടെസ്റ്റ് ഫോർമാറ്റിലേക്കാവും ആദ്യം പരിഗണിക്കുകയെന്ന് BCCI വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നു. 25 വയസ്സിൽ താഴെയുള്ള അടുത്ത ടെസ്റ്റ് ടീമിലേക്ക് കരുതി വെച്ച താരങ്ങൾക്ക് NCAയിൽ പ്രത്യേക പരിശീലനം നടത്താനും BCCI പദ്ധതിയിട്ടിട്ടുണ്ട്. ഒറ്റ IPL സീസൺ പ്രകടനം പരിശോധിച്ച്
അഭിഷേക് ശർമ്മ, റിങ്കു സിംഗ്, സൂര്യകുമാർ യാദവ് എന്നിവരെയൊന്നും ഉടനടി ടീമിൽ നിന്ന് ഒഴിവാക്കിയേക്കില്ല. പക്ഷേ പ്രകടനം കൊണ്ട് ഇവരുടെ പൊസിഷൻ ചോദ്യം ചെയ്യാൻ താരങ്ങളേറെയുണ്ട്. പ്രത്യേകിച്ച് ടോപ്പ് ഓർഡറിലേക്ക് വൈഭവും, യശസ്വി ജയ്സ്വാളും, പ്രിയാൻ ഷാരിയുമെല്ലാം ഉന്നം വെച്ചിട്ടുണ്ട്. റിങ്കുവിൻ്റെ സ്ഥാനത്തിന് ഭീഷണിയാകുന്നത് രജത് പട്ടിദാറിൻ്റെ വെടിക്കെട്ടാണ്. ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റായ സഞ്ജു സാംസൺ സീസണിൻ്റെ തുടക്കത്തിലൊന്ന് ഡൗണായെങ്കിലും സെഞ്ചുറിയോടെ ഫോമിൽ തിരിച്ചെത്തിയിരിക്കുന്നു. വൈഭവിനൊപ്പം സഞ്ജു ആയിരിക്കും അയർലൻഡിനെതിരെ ഓപ്പണിംഗിൽ കളിക്കാൻ സാധ്യത. തിലകിനും സൂര്യയ്ക്കും അയർലൻഡ് പര്യടനം അഗ്നിപരീക്ഷയാകും. IPL പിന്നാലെ ഐറിഷിനെതിരെയും ഫോമിലേക്ക് എത്തിയില്ലെങ്കിൽ ഇംഗ്ലണ്ട് പര്യടനത്തിൽ അവസരം കുറയും. വർക്ക്ലോഡിൻ്റെ ഭാഗമായി ഹർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ എന്നിവർക്ക് അയർലൻഡിനെതിരെ വിശ്രമം അനുവദിക്കാനും സാധ്യതയുണ്ട്.